ഹേ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഗായ്സ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ മെയിൻ വ്ളോഗിലോട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഞാൻ ഇത്രയും ദിവസം പാലക്കാട്ടിലായിരുന്നു. ഒരു 2 month വെക്കേഷന് വേണ്ടി പോയതാണ് ഗൈസ്. സോ എനിക്ക് സഡൻ ആയിട്ട് വീണ്ടും ട്രിവാൻഡ്രം വരേണ്ടതായിട്ട് വന്നു. കാരണം കോളേജൊക്കെ തുടങ്ങാനായി കുറേ അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വന്നു ഗൈസ്. ചേച്ചി ഇപ്പോഴും പാലക്കാട് തന്നെയാണ്. സോ ചേച്ചി ഈ ഒരു മന്ത് കൂടി കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ എത്തിയിട്ടൊരു 2-3 days ആയതേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ കട്ടകുത്തി ബോറടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് വിചാരിച്ചു. സോ ഞാനും അമ്മയും കൂടി ഇപ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് പോവുകയാണ്. സോ എവിടേക്കാണ് പോകുന്നതെന്നുള്ളത് കണ്ടറിയൂ ഗൈസ്. സോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനും ഉണ്ട്. ഒരു പർച്ചേസിങ് വ്ളോഗും കൂടിയാണ്. സോ ലെറ്റ്സ് ഗോ. ഇറങ്ങുന്നതിന് മുന്നേ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ കൂടി നോക്കാം. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫേസൊക്കെ നല്ല പോലെ ക്ലെൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ടോണറൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. സോ ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ സിറമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ സിറം നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം സെക്കൻഡായിട്ട് ഞാൻ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തു ഗൈസ്. സോ ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഞാനത് സ്കിപ്പ് ചെയ്തു. ഞാൻ അധികം അങ്ങനെ മോയ്സ്ചറൈസർ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈവനിങ് ആണെങ്കിലും അല്ലെങ്കിലും സൺസ്ക്രീൻ മസ്റ്റാണ്. സോ പുറത്ത് പോകുമ്പോൾ ഞാൻ അത് സ്കിപ്പ് ചെയ്യാറില്ല. പിന്നെ അതിന് ശേഷം കുറച്ച് പൗഡർ ഇട്ടു, ഐസൊക്കെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തു, ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് ഇട്ടു. സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് രാമചന്ദ്രനിലോട്ടാണ് ഗൈസ്. സോ ഇപ്പോൾ എനിക്ക് എപ്പോഴും ഈ രാവിലെയൊക്കെ യാത്ര ചെയ്യുന്നതിനെക്കാട്ടി ഒരുപാട് ഇഷ്ടം എനിക്ക് ഈവനിങ് ടൈമും നൈറ്റ് ടൈമിലൊക്കെ യാത്ര ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ രാമചന്ദ്രയുടെ അകത്ത് കയറിയപ്പോൾ എൻ്റെ അമ്മയുടെ ആദ്യത്തെ നോട്ടം പോയത് തന്നെ ഡ്രസ്സ് സെക്ഷനിലോട്ടാണ് ഗൈസ്. അപ്പോൾ എനിക്ക് വേണ്ട ഡ്രസ്സസ്സാണ് എൻ്റെ അമ്മ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ എനിക്ക് ഇടാൻ പറ്റിയ ഒരു ഓവർ കോട്ടും കൂടി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വേറെ വല്ല ഡ്രസ്സ് എടുത്താലോ എന്ന്. ബട്ട് ഓക്കെ, ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്തു ഗൈസ്. അതിനുശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ബ്യൂട്ടി സെക്ഷനിലോട്ടാണ്. എനിക്ക് ആവശ്യത്തിനുള്ള സൺസ്ക്രീനും ഐലൈനർ, ലിപ്സ്റ്റിക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. രാമചന്ദ്രൻ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്നും പോകുന്ന ഒരു സ്ഥിരം സ്പോട്ടുണ്ട് ഗൈസ്. അതാണ് നമ്മളുടെ ഫുഡ് കോർട്ട്. അത് 5th floorലാണ് ഉള്ളത്. സോ എപ്പോൾ വന്നാലും, ഞാനും ചേച്ചി ആയിക്കോട്ടെ, ഞാനും ഫ്രണ്ട്സായിട്ട് വന്നാലും, ഞാനും അമ്മയായിട്ട് വന്നാലും, ആരായിട്ട് വന്നാലും നമ്മൾ ആദ്യം പോകുന്നത് ഫുഡ് കോർട്ടിലായിരിക്കും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ രാമചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്നത് നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. സോ ചിക്കൻ ബിരിയാണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ കഴിക്കാനായിട്ട് പോകുന്നത് പൂരി മസാലയാണ്. സോ ലെറ്റ്സ് ട്രൈ. ഓ ഗൈസ്, ഭയങ്കര സോഫ്റ്റാണ്. നമ്മുടെ ഭയങ്കര ഫേവറേറ്റ് ആണ് പൂരി മസാല. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ സ്ഥിരം ഓർഡർ ചെയ്യുന്നത് ബിരിയാണിയാണ് ഗൈസ്. സോ നമ്മളത് മിസ് ചെയ്തു. ബട്ട് ഇത് ഓക്കെ, കൊള്ളാം. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് പ്രിയ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. സോ എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോൾ തന്നെ, നീ എവിടെ നിൽക്കണം? ഞാൻ പറഞ്ഞു ഫുഡ് കോർട്ടിലുണ്ടെന്ന്. അപ്പോൾ ഇതാ വന്നെന്ന് പറഞ്ഞിട്ട് അവളും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ജ്യൂസൊക്കെ കുടിച്ച് ഒരുപാട് കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം തിരക്കി സംസാരിച്ചുകൊണ്ട് അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല ഗൈസ്. അങ്ങനെ ഞാൻ തിരിച്ച് വീടെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ മേടിച്ച ഡ്രസ്സിൻ്റെ ഔട്ട്ഫിറ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം വേറെ ഒരു 2 സാധനങ്ങളും കൂടി മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. അതായത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ പോയപ്പം ഒരു കുട മേടിച്ചു ഗൈസ്. എനിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കുട എന്ന് പറഞ്ഞ കാര്യം. സോ ഞാൻ കോളേജിൽ എന്ന് തൊട്ട് ചേർന്നോ അന്ന് തൊട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ. അന്നോട്ടെന്ന് വെച്ചാൽ ഒരു 2nd semester ആയപ്പോൾ തൊട്ട് ഞാൻ കുടയുടെ യൂസ് അങ്ങ് ഒരുപാട് കൂട്ടി ഗൈസ്. അതിപ്പോൾ മഴയായാലും വെയിലായാലും ഈ കുടയില്ലാതെ ഞാൻ പോകാറില്ല. അങ്ങനെ എൻ്റെ 2-3 കുടകൾ പൊട്ടിപ്പോയിട്ടുണ്ട്. സോ അതൊക്കെ നേരാക്കാൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നേരത്ത് നല്ല മഴയുണ്ടായിരുന്നു. സോ ഒന്നും നോക്കിയില്ല, നമ്മൾ കുട മേടിച്ചു ഗൈസ്. ഓക്കെ, ദെൻ എനിക്കൊരു നോട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട്. സോ ഈ നോട്ട് എന്ന് പറയുന്നത്, അതായത് എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ
മൈൻഡിൽ തോന്നിയതാണ് ഗൈസ്. ഇനി തൊട്ട് അങ്ങോട്ടുള്ള നമുക്ക് നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുള്ള ഒരുപാട് ഗോൾസ് ഉണ്ടാവും, ഡ്രീംസ് ഉണ്ടാവും അച്ചീവ് ചെയ്യാൻ. ചിലപ്പോൾ അത് മന്ത്ലി ആയിരിക്കാം, ചിലപ്പോൾ നമുക്ക് അടുത്ത മാസത്തിൽ നേടിയെടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത് വർഷത്തിലായിരിക്കാം. എന്ത് ഡ്രീംസ് ഉണ്ടെങ്കിലും ഇപ്പം ഞാൻ 2025 തൊട്ടുള്ള ഗോൾസ് നോട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ഐ തിങ്ക് അതൊരു നല്ലൊരു ശീലമായിട്ട് എടുക്കാം. മേ ബി നമ്മൾ ഇങ്ങനെ എഴുതി വെക്കുന്നതിലൂടെ നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ ഒരുപാട് നമുക്ക് മോട്ടിവേഷൻ കിട്ടും. എനിക്ക് ഒരു ഫീൽ തോന്നി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉദിച്ചതാണ് ഇങ്ങനത്തെ ഒരു ഐഡിയ. സോ നമുക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കെടുത്ത് നോക്കുമ്പോൾ ഓക്കെ ഇന്ന ദിവസത്തിനുള്ളിൽ നമ്മളിത് അച്ചീവ് ചെയ്യണം എന്നൊരു ടാർഗറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുവാണെങ്കിൽ മേ ബി ഐ തിങ്ക് ഇതുവരെ ഞാൻ അച്ചീവ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ അച്ചീവ് ചെയ്യും. അതിനൊരു മോട്ടിവേഷനായിട്ട് ഈ ഒരു ബുക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ അതിന് വേണ്ടി ഞാൻ മേടിച്ചതാണ്. ഇനി ഒന്നുമില്ല ഗൈസ്, ഇനി നമ്മൾ നേരെ സ്ലീപ്പിങ്ങിലോട്ടാണ് പോകാനായിട്ട് പോകുന്നത്. സോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ വിചാരിച്ചു കിടന്നുറങ്ങാമെന്ന്. കിടന്നൊന്നും ഉറങ്ങില്ല, എന്തായാലും മിക്കവാറും കുറച്ച് നേരം ഇരുന്ന് ഫോൺ നോണ്ടിക്കൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ TV കാണും. ഇപ്പോൾ ഉറക്കമെന്ന് പറയുന്നത് തന്നെ 12 മണിയായി. കറക്റ്റ് ആ ഒരു കോളേജ് ടൈമിങ്സിലൊക്കെ പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ഒരു 10-10:30 ആകുമ്പോൾ ഞാൻ കിടന്നുറങ്ങും. മോർണിംഗ് ഞാൻ കറക്റ്റ് ഒരു 6 o'clock ആകുമ്പോൾ ഞാൻ എണീറ്റിരിക്കും. സോ അതൊരു റുട്ടീനായിരുന്നു. ഇപ്പോൾ ഈ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാം അങ്ങ് മറിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ എന്തായാലും എനിക്ക് തോന്നുന്നു കോളേജൊക്കെ വീണ്ടും റീഓപ്പൺ ആവുമ്പോൾ അതങ്ങ് ശീലമായിക്കോളും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.